ഗലാത്യ ലേഖനം എല്ലാ വിശ്വാസികളും ആദ്യമേ പഠിച്ചിരിക്കേണ്ട ബൈബിളിലെ 4 പുസ്തകങ്ങളിൽ ഒന്നാണ്. പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമായിട്ട് ഏത് പുതിയ വിശ്വാസിയാണെങ്കിലും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട 4 പുസ്തകങ്ങൾ: ഒന്ന് ഉൽപ്പത്തി, മറ്റൊന്ന് റോമാലേഖനം, മറ്റൊന്ന് ഗലാത്യ ലേഖനം, ലാസ്റ്റ് യൂദായുടെ ലേഖനം. യൂദ ഇത്രയും 25 വാക്യമേ ഉള്ളൂ, ബട്ട് അതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഗലാത്യ ലേഖനത്തിൽ ഗലാത്യ സഭയിൽ നടന്ന പ്രശ്നങ്ങളെ നാം പഠിക്കുമ്പോൾ നമ്മുടെ സഭകളിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും വ്യക്തമാകുന്നുണ്ട്. അത് മനസ്സിലാക്കി വിശ്വാസികൾ കെയർഫുള്ളി അവരവരുടെ ജീവിതം ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നാം ഇപ്പം 4-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരെ നാം വന്നു. 4-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം ഞാൻ ഒന്ന് വായിക്കട്ടെ. ഗലാത്യ ലേഖനം 4-ന്റെ 7ഉം 8ഉം. അങ്ങനെ നീ ഇനിയും ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത് അന്നത്തെ കാലത്ത് ഈ ധനിക കുടുംബങ്ങളിൽ കുട്ടികൾ ദാസന്മാരുടെ അടിമകളുടെ അണ്ടറിലായിരുന്നു പഠിച്ചത്. സ്കൂൾ വീട്ടിൽ തന്നെയായിരുന്നു ഗുരുകുലം. ആൻഡ് ഈ ഗുരുകുലത്തിൽ നിന്ന് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്നത് വരെ ആക്ച്വലി ഈ കുട്ടി ആ കുടുംബത്തിലെ അടിമകളുടെ ദാസനായിരുന്നു. ഒരു രീതിയിലുള്ള ദാസത്വം, അബ്സല്യൂട്ട് ദാസത്വം അല്ല, ഒരു രീതിയിലുള്ള അടിമത്വമായിരുന്നു. ന്യായപ്രമാണത്തെക്കുറിച്ച് ദൈവാത്മാവ് ഓർപ്പിച്ചത് ഈ സ്ലേവ് ടീച്ചർ പോലെ തന്നെ പഴയ നിയമകാലത്ത് ദൈവം നൽകിയതായിരുന്നു ന്യായപ്രമാണം. അത് നമ്മുടെ ഒരു സ്ലേവ് ടീച്ചറായിരുന്നു. നമ്മൾ മെച്യൂർ പക്വതയിൽ എത്തുന്നത് വരെ നമ്മുടെ ടീച്ചറായിരുന്നു. എന്നാൽ അങ്ങനെ പക്വതയിൽ എത്തിക്കഴിഞ്ഞതോടെ ഇനി ദാസനല്ല. ദൈവജനം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ ഗലാത്യയിലുള്ള വിശ്വാസികൾ പരിച്ഛേദനയിലേക്ക് മടങ്ങിപ്പോയതുകൊണ്ട് ദൈവവചനം ഓർപ്പിക്കുന്നത്, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ആൻഡ് ഇന്നും നിങ്ങൾ ന്യായപ്രമാണത്തിലേക്ക് ചായ്വാണെങ്കിൽ അങ്ങനെ തന്നെ ആകുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഗലാത്യർ 4:9, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഈ പരിച്ഛേദനയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്രമേണ ന്യായപ്രമാണം കംപ്ലീറ്റ്ലി അവരുടെ ജീവിതങ്ങളിൽ പ്രവേശിച്ച് അവരെ അടിമകളാക്കി ആൻഡ് സ്വാതന്ത്ര്യം അടിമത്വമായിട്ട് മാറിത്തീരും എന്നുള്ളത് ദൈവവചനം ആവർത്തിച്ച് ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഫാമിലി പ്രയറിൽ വായിക്കുന്നത് നെഹമ്യാവാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കും തോറും മനസ്സിൽ വരുന്ന ഒരു കാര്യം, ദൈവം എത്ര കരുണ കാണിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കരുണ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവജനം പിന്നെയും അടിമത്വത്തിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. ഇന്നലെ രാത്രി വായിച്ച ആ പോർഷനിൽ അവർ എല്ലാവരും കൂടെ ഞങ്ങൾ ദൈവത്തെ വിട്ടുമാറത്തില്ലെന്നൊരു കവനന്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അത് അവിടെയുള്ള പ്രധാനികളെല്ലാം സൈൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നാം ഹിസ്റ്ററി വായിക്കുമ്പോൾ ഈ കവനന്റ് ചെയ്ത് ചില ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് യഹൂദന്മാർ പിന്നെയും വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോയതായിട്ട് കാണുന്നു. ഈ 9-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ഫ്രീ ആയി, നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി, കാരണം ഇത് കൃപായുഗമാണ്. എന്നാൽ പിന്നെയും ബലഹീനവും ദരിദ്രമായ ആദിപാഠത്തിലേക്ക് തിരിയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റിസൾട്ട്?
ഇതുവരെയും ഗലാത്യ ലേഖനത്തിൽ പല സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. ഇന്നതാണ്, 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 ഇന്നതല്ല, ഇന്നതല്ല, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. ഇപ്പോൾ ചോദ്യത്തിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ദരിദ്രമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവചനം പഠിപ്പിക്കുന്നതും പ്രത്യേകിച്ച് ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതിൽ ചോദ്യത്തിന് വലിയൊരു പങ്കുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ഇതാ പറയുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലെ ആരോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവരെ ഒരു ഡെഫിനറ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നാം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമം, ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ബുക്കാണ്. കർത്താവായ യേശുക്രിസ്തു കർത്താവിനെ ട്രാപ്പ് ചെയ്യാൻ ചെന്ന എല്ലാവരോടും ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. കൈസർക്ക് കരം കൊടുക്കുന്ന ഉചിതമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം കോയിൻ കാണിക്കാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ ആരുടെ മുദ്രയാണെന്ന് ചോദിച്ചു. അതൊരു ലക്ഷ്യോന്മുഖിയായ ചോദ്യമായിരുന്നു. പഴയ നിയമത്തിലും പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ ധാരാളം ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ കാണുന്നു. ഇതിൽ നിന്ന് ദൈവജനം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ മക്കളെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, അതുപോലെ വിശ്വാസികളെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, തെറ്റായ വഴിയിൽ പോകുന്ന ആളുകളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതൊരു റെഗുലർ പരിചയമായിരിക്കണം. ജസ്റ്റ് യെസ് ഓർ നോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം പോരാ, ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങളും ചോദിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ കർത്താവ് ധാരാളം ചോദിച്ചതായിട്ട് നാം കാണുന്നു. ഇവിടെ ദൈവാത്മാവ് ലക്ഷ്യോന്മുഖിയായ ഒരു ചോദ്യം ചോദിക്കുവാണ്. നിങ്ങൾ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരായി കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? എല്ലാവരും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ദൈവകൃപ നിങ്ങളുടെ ഈ ഗലാത്യ സഭകളിൽ വ്യക്തമായിട്ട് കണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ടാണ് അടിമപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ ഒരു വ്യക്തിയുടെ മുൻപിൽ കുറെ യെസ് ഓർ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ആ വ്യക്തി താങ്കൾ പറഞ്ഞതൊക്കെ കേട്ടു, എന്നാൽ എനിക്ക് ബോധ്യമായില്ല എന്ന് പറഞ്ഞിട്ട് താൻ പൊടിയും തട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ലക്ഷ്യോന്മുഖിയായ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ താൻ യെസ് ഓർ നോ എന്ന് മറുപടി പറഞ്ഞേ പറ്റൂ. ആ മറുപടിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നോ യെസ് ഓർ നോ എന്ന് മറുപടി പറയണമെന്ന് നമ്മൾ നിർബന്ധിച്ചാൽ താൻ യെസ് ഓർ നോ എന്ന് മറുപടി, ഒന്ന് യെസ് ഓർ നോ എന്ന് മറുപടി പറയാം, അല്ലെങ്കിൽ വാദപ്രതിവാദം അങ്ങ് നിർത്തും. ദൈവാത്മാവ് ഇവിടെ അതാണ് ഗലാത്യ വിശ്വാസികളോട് ചെയ്യുന്നത്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് അടിമത്വത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത്? അതാണ് നമ്മൾ ഈ വാക്യത്തിന്റെ ലാസ്റ്റിൽ കാണുന്നത്. നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകാൻ ഇച്ഛിക്കുന്നു. ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദരിദ്രമാണ്, ആദിപാഠങ്ങളാണ്. ആദിപാഠങ്ങളാന്നുള്ളത് നമ്മൾ കണ്ടു. ദരിദ്രം ഇവിടെ ഉദ്ദേശിക്കുന്ന ദൈവം തന്നെ തന്ന ന്യായപ്രമാണത്തെക്കുറിച്ച് ദരിദ്രം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ കൂടെ നീതീകരണം ഇല്ലാത്തത് കൊണ്ട് ആണ് അതിനെ ദരിദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ പിന്നെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സ്ഥാനം തന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്തിൻ്റെ കൂടെ എന്നും കുറേ ചുമതലകൾ ഉണ്ടാകും, കടപ്പാടുകൾ ഉണ്ടാകും, ചുമതലകൾ ഉണ്ടാകും. അത് മറക്കാൻ പാടില്ല. ബലഹീനം എന്നുള്ളത് അത് പ്രത്യേകം ഓർപ്പിക്കുന്നത്, ന്യായപ്രമാണം നല്ല ഒരു ടീച്ചറായിരുന്നെങ്കിലും ന്യായപ്രമാണം നീതീകരണം നൽകുവാൻ വേണ്ടി ബലഹീനം ആയിരുന്നു.
അതിനെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, റോമർ 8:3, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ നമ്മുടെ ഒറിജിനൽ മലയാളത്തിലില്ല, എന്നാൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ന്യായപ്രമാണം നല്ലതായിരുന്നു, ന്യായപ്രമാണത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. എന്നാൽ നീതീകരണം നൽകാൻ വേണ്ടി അത് ബലഹീനമായിരുന്നു എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പം ഒരു കാര്യം കൂടെ വ്യക്തമാകുന്നത്, ദൈവം ഓരോ യുഗത്തിൽ മനുഷ്യരുമായിട്ട് ഇടപെട്ടപ്പോൾ മനുഷ്യർക്ക് ക്രമാനുഗതമായിട്ട് തൻ്റെ വെളിപ്പാട് കൂടുതൽ വ്യക്തമാക്കി കൊടുത്തു. ഏറ്റവും അധികം വ്യക്തമായത് പുതിയ നിയമത്തിലാണ്. അങ്ങനെ പുതിയ നിയമത്തിൽ വെളിപ്പാട് വ്യക്തമായപ്പോഴാണ് ന്യായപ്രമാണം എന്തായിരുന്നു, ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു, നീതീകരണം വിശ്വാസത്തിൽ മാത്രമായിരുന്നല്ലോ, ന്യായപ്രമാണത്തിൽ കൂടെ അല്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്. പുതിയ നിയമയുഗത്തിൽ അല്ലെങ്കിൽ കൃപായുഗത്തിൽ ഇന്ന് ഉപദേശം വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിഹേവിയർ പഴയ നിയമത്തിലെ വിശ്വാസികളെ പോലെ ആയിരിക്കരുത്. ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടിമത്വമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഈ വാക്യം ഓർപ്പിക്കുന്നു. അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഞാൻ ഇതിനു മുൻപും ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, വേർപാട് പ്രസ്ഥാനം തുടങ്ങി അധികം താമസിക്കാതെ ഈ വിശ്വാസികളുടെ മധ്യേ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനെ ശരിയാക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള ന്യായപ്രമാണങ്ങൾ വിശ്വാസികളുടെ മേളിൽ അടിച്ചേൽപ്പിച്ചു. അങ്ങനെ 1-ാം തലമുറയിൽ തന്നെ വേർപാട് പ്രസ്ഥാനം, ഇന്ത്യയിലല്ല, വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത് ഇംഗ്ലണ്ടിലാണ്. അതിൻ്റെ ദശാബ്ദങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ട് ദൈവാത്മാവിന്റെ പ്രവർത്തനത്താൽ തുടങ്ങിയതാണ് കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം. ഇംഗ്ലണ്ടിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങി ആദ്യ തലമുറയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്തു. വിഷയം എന്തായിരുന്നു? ന്യായപ്രമാണം. ന്യായപ്രമാണം എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യരുടെ ഇഷ്ടപ്രകാരം കുറേയേറെ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. അങ്ങനെ ഒരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയി. അങ്ങനെ സെപ്പറേറ്റ് ആയി ഇന്ന് യൂറോപ്പിൽ വേർപാടുകാരെ ഏതാണ്ട് 12 വ്യത്യസ്ത ഗ്രൂപ്പ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ മിക്ക ഗ്രൂപ്പ്സും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഫെലോഷിപ്പും ഇല്ലാതെ തുടരുന്നു. വേർപാടുകാരനാണെന്നാണ് പറയുന്നത്, എന്നാൽ ഒരു ഗ്രൂപ്പിലുള്ളവർ മറ്റേ ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ തിരുത്താഴം കൊടുക്കത്തില്ല. അതിൽ ഓപ്പൺ ബ്രദറൻ തൊട്ട് ഈ എക്സ്ക്ലൂസീവ് ബ്രദറിന്റെ പല വെറൈറ്റി വരെയുണ്ട്. എക്സ്ക്ലൂസീവ് ബ്രദറൻ ഒരു കൾട്ടായിട്ട് മാറി എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതെല്ലാം ഗലാത്യരോട് ദൈവാത്മാവ് പറഞ്ഞ അതേ കാര്യമാണ്. എന്തിനാണ് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് എന്തിനാണ് അടിമത്വത്തിലേക്ക് പോകുന്നത്? ദൈവത്തിന്റെ കരുണയുടെ കാരണം കൊണ്ട് ഇന്ത്യയിലുള്ള വേർപാട് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ടായില്ല. ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വലിയ തുക കാശിന്റെ ഇറക്കുമതി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പുറകെ പോയി ചില ആളുകൾ എക്സ്ക്ലൂസീവ് വേർപാടുകാരുമായിട്ട് ചേർന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും മുംബൈയിലും മറ്റ് ചില സ്ഥലത്ത് ചില എക്സ്ക്ലൂസീവ് സഭകൾ അവർക്ക് വേണ്ടി വാർത്തെടുത്തു. ബേസിക്കലി ഈ സഭ കാണിച്ച് വിദേശത്തുനിന്ന് കാശ് വരുത്താൻ വേണ്ടിയാണ്. അത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായ രീതിയിൽ ആശയത്തിലുള്ള ആ വൈവിധ്യം കൊണ്ട് ഉണ്ടായതല്ല. അപ്പൊ ഇന്ത്യൻ സഭയെ
ദൈവം കരുണ കാണിച്ച് ഇന്ത്യൻ സഭയിൽ ഈ ഡിവിഷൻസ് ഇന്നുവരെ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ആൻഡ് ഇന്നും കേരളത്തിലെ വേർപാടുകാര് ഒരു ഡിവിഷനാണ്, അല്ലാതെ 10 or 12 അല്ല, ഈവൻ 2 ഡിവിഷനായിട്ടില്ല. കേരളത്തിലുള്ള എക്സ്ക്ലൂസീവ്സ് ഞാൻ ഓർപ്പിക്കട്ടെ, അത് കാശിന്റെ പുറകെ പോയ ആളുകളുടെ കുറെ ചർച്ചസ് ആണ്. എന്നാൽ ഈ 21ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് കേരളത്തിലെ വേർപാടുകാരുടെ ഇടയ്ക്ക് ഈ ന്യായപ്രമാണത്തിന് അടിമപ്പെടുവാനുള്ള ആഗ്രഹം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വിശ്വാസികളായ നാം അതിനെ റെസിസ്റ്റ് ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാക്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. 1 തെസ്സലോനിയർ 1:9. 1 തെസ്സലോനിയർ 1:9 നാം വായിക്കുന്നത്, നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്ക് എങ്ങനെയുള്ള പ്രവേശനം ഉണ്ടായി എന്നും ജീവനുള്ളതും സത്യവുമായ ദൈവത്തെ സേവിപ്പാനും എക്സെട്ര. ഇതാണ് പുതിയ നിയമം എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 2:12, എഫേസ്യർ 2:12, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവം ഇല്ലാത്തവരും ആയിരുന്നെന്ന് ഓർത്തുകൊള്ളുവീൻ. ഇത് എഫേസ്യയിലുള്ള വിശ്വാസികൾ, എഫെസസിലുള്ള വിശ്വാസികളെ കുറിച്ചാണ്. എഫെസസിലുള്ളവര് പല രീതിയിലുള്ള വിഗ്രഹങ്ങളെയായിരുന്നു സേവിച്ചിരുന്ന, ആരാധിച്ചിരുന്നത് നമുക്കറിയാം. എന്നാൽ അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാത്മാവ് ഈ കൃപായുഗത്തിലെ സന്ദേശം വ്യക്തമാക്കിയത്. ഗലാത്യയിലുള്ള വിശ്വാസികളെ അങ്ങനെയുള്ളവരായിരുന്നു. അവർ പിന്നെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചിട്ടുണ്ട്. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മളെല്ലാം കാണാതെ പഠിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്യേണ്ട വാക്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 17:23, അപ്പോസ്തലപ്രവൃത്തി 17:23, റോമർ 1:25, റോമർ 1:25, 1 കൊരിന്ത്യർ 12:2. ഇത് നമ്മൾ ഒന്ന് എടുത്തു വായിക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 12:2. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് നടത്തപ്പെട്ടു പോകും പോലെ പോയി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവർ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വിഗ്രഹാരാധന ചെയ്തവരായിരുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവരെ സ്വതന്ത്രരാക്കി. ദൈവവചനം, ഇത് കൊരിന്ത്യ വിശ്വാസികളോടാണ് പറയുന്നത്. ദൈവവചനം ഓർപ്പിക്കുന്നത്, ഈ ഗലാത്യ വിശ്വാസികളോട് പറഞ്ഞതിൽ ഓർപ്പിക്കുന്നത്, ഏതെങ്കിലും കാരണത്താൽ ആ കൃപയുടെ സന്ദേശം നമ്മൾ മറന്നു കളഞ്ഞാൽ തിരിച്ച് വിഗ്രഹാരാധനയിലേക്ക് കടന്നു പോകും. അത് ഇസ്രായേലിന്റെ ചരിത്രം വായിച്ചാൽ വളരെ വ്യക്തമാണ്. എന്നാൽ കഴിഞ്ഞ 2000 വർഷങ്ങളിലെ വേർപാട് സഭാ ചരിത്രം വായിച്ചാൽ അത് വളരെ വ്യക്തമാണ്. സോ അടിമനുഖത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയ കർത്താവ് ഓർപ്പിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ പോകരുത്. ഒരു പ്രാവശ്യം ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ പോയാൽ ഈ സെറ്റർ അഴിക്കുന്നത് പോലാണ്. മെഷീനില് നിറ്റ് ചെയ്ത സെറ്ററിന്റെ ഒരു നൂല് അഴിഞ്ഞു വന്നാൽ അത് വലിച്ചു കഴിഞ്ഞാൽ സെറ്റർ മുഴുവൻ അഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൽ നിന്ന് കർത്താവ് ആരെ സ്വതന്ത്രമാക്കി, അവർ ന്യായപ്രമാണത്തിലേക്ക്, ഒരു കാര്യത്തിലേക്ക്, പരിച്ഛേദനയിലേക്ക് മടങ്ങിപ്പോയാൽ അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് വിഗ്രഹാരാധനയിൽ ചെന്ന് അത് അവസാനിക്കൂ എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അവർ എന്തൊക്കെ അവിടെ ചെയ്തു തുടങ്ങി, ഗലാത്യയിൽ എന്തൊക്കെ ചെയ്തു തുടങ്ങി എന്ന് ദൈവാത്മാവ് 10-ാം വാക്യത്തിൽ പറയുന്നു. 10-ാം വാക്യം ഓർപ്പിക്കുന്നത്, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ദൈവവചനം ഗലാത്യയിൽ ഓൾറെഡി
ഇതെല്ലാം ഫാസ്റ്റായിട്ട് നടന്നതാണ്. ഈ ന്യായപ്രമാണത്തിലേക്ക്, പരിച്ഛേദനയിലേക്കുള്ള ചായ്വ്, ന്യായപ്രമാണത്തിലേക്കുള്ള ചായ്വ്, അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ദിവസങ്ങളെ, മാസങ്ങളെ, കാലങ്ങളെ, ആണ്ടുകൾ പ്രമാണിക്കുക. ദൈവവചനം ഓർപ്പിക്കുന്നത് ശരിയായ സുവിശേഷത്തിൽ നിന്നല്ലേ, സുവിശേഷ സത്യങ്ങളിൽ നിന്ന് തെറ്റായ കാര്യങ്ങളിലേക്ക് ഒരു ശകലം ചായ്വ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യനിർമ്മിത ചടങ്ങുകളും അവരവരുടെ കൾച്ചറിൽ നിന്ന് എടുത്തിരിക്കുന്ന പരിചയങ്ങളും നമ്മളെ അങ്ങ് ഗ്രസിച്ചു കളയും. അതാണ് ഗലാത്യയിൽ സംഭവിച്ചത്. ഗലാത്യ വിശ്വാസികൾ, അവർ കൃപായുഗത്തിലെ വിശ്വാസികളായിരുന്നു. ഒരു നല്ല ശതമാനം ആളുകൾ യഹൂദന്മാരല്ലായിരുന്നു. അതുകൊണ്ട് അവർ വിജാതീയരായിരുന്നു, മെജോറിറ്റി വിജാതീയരായിരുന്നതുകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരു രീതിയിലുള്ള ഫെസ്റ്റിവൽ ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അവർ ഒരു പ്രാവശ്യം, ഈ ഫെസ്റ്റിവൽസ് ഒക്കെ യഹൂദന് വേണ്ടി കൊടുത്തായിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം ആ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോയതോടെ യഹൂദന്മാരുടെ എല്ലാ ഫെസ്റ്റിവൽസും അവർ ഒബ്സർവ് ചെയ്തു തുടങ്ങി. നല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, യഹൂദന്മാരുടെ ഫെസ്റ്റിവൽസ് ഒബ്സർവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും ഒബ്സർവ് ചെയ്തു തുടങ്ങി. അത് ദൈവം യഹൂദന് കൊടുത്തതല്ലായിരുന്നു. അത് അവർ അവരുടെ വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് പിക്കപ്പ് ചെയ്തതായിരുന്നു. എവിടെങ്കിലും ഒരിടത്ത് ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൗണ്ടറി അങ്ങ് ബ്രേക്ക് ചെയ്യുകയുള്ളൂ. അതാണ് ഗലാത്യ വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗലാത്യയിൽ സുവിശേഷം എത്തിയിട്ട് അങ്ങ് ഒത്തിരിയധികം സമയമായില്ലായിരുന്നു. എന്നാൽ വളരെ വിശ്വസ്തയോടെ മുന്നോട്ട് പോയ ആളുകൾ ജൂയിഷ് വിശ്വാസികൾ വന്ന് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് അതിൽ കുറെ പേര് പരിച്ഛേദനയുടെ പുറകെ പോയി കഴിഞ്ഞ് അധികം താമസിക്കാതെ അവർ അവരുടെ വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള ദിവസങ്ങളെ, മാസങ്ങളെ, കാലങ്ങളെ, ആണ്ടുകൾ ഒബ്സർവ് ചെയ്തു തുടങ്ങി. ഇതും നമ്മെ ഓർപ്പിക്കേണ്ടത്, വിശ്വാസികളായ നാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ പോകരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മധ്യേ വരുന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ കല്യാണങ്ങളുടെ സമയത്ത് പല വിശ്വാസികൾ, എല്ലാവരുമില്ല, പല വിശ്വാസികൾ രാഹു കേതു കാലങ്ങൾ നോക്കിയിട്ടാണ് വിവാഹം നടത്തുന്നത്. പലപ്പോഴും 11 പറഞ്ഞു കഴിഞ്ഞാലും ചെറുക്കനും എത്തി പെണ്ണും എത്തി വിവാഹം തുടങ്ങത്തില്ല. കാരണം ആ ശുഭമുഹൂർത്തം വരുവാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അതിന് സാധാരണ ഒരു എക്സ്ക്യൂസ് പറയുന്ന അമ്മാവൻ എത്തിയിട്ടേ തുടങ്ങാൻ സാധിക്കത്തുള്ളൂ. ബേസിക്കലി അത് രാഹു കേതു കാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ വേർപാട് വിശ്വാസികൾ ഗ്രഹപ്രവേശനത്തിൽ പാലുകാച്ചൽ എന്നും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പാലുകാച്ചൽ എന്താണ്? ഹിന്ദുസിന്റെ ദൈവമായ വാസുദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പാല് കാച്ചുന്നത്. പല വീടുകളിൽ പാലുകാച്ചൽ ശുശ്രൂഷ എന്ന് തന്നെ ഉപദേശിമാര് അങ്ങ് പ്രഖ്യാപിക്കാറുണ്ട്. എന്നിട്ട് പാലുകാച്ചൽ ശുശ്രൂഷ വലിയ ഒരു ഔദ്യോഗിക ചടങ്ങായിട്ട് നടത്തിയിട്ട് ഈ ഹിന്ദുസ് ദേവാലയത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്ന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ ചെറിയ കപ്സിൽ ആ പാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പല സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതെന്ത്? ബേസിക്കലി ഹിന്ദു മതത്തിൽ നിന്ന് പിക്കപ്പ് ചെയ്ത ഒരു ആചാരമാണ്. അപ്പൊ രാഹു കേതു വാസുദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പാല് തിളപ്പിക്കുക, അതുപോലെ വീടിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ
ചിലർ കുറച്ച് കാശ് കൊണ്ടെന്ന് അവിടെ വെക്കാറുണ്ട്. അതും ബേസിക്കലി നമ്മുടെ വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് എടുത്ത ഒരു പരിചയമാണ്. ചിലര് ഈ വിജാതീയ പശ്ചാത്തലത്തെ ഒന്ന് സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനിവൽക്കരിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില കേസസ് ഉണ്ട്. അടിസ്ഥാനത്തിൽ കുറെ കാശും വെച്ചു, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞൊരു ബൈബിളും വെച്ചു. ദൈവവചനത്തെ അപമാനിക്കുകയാണ്. ദൈവവചനം മനുഷ്യർക്ക് വായിക്കാനുള്ളതാണ്, അല്ലാതെ ഈ ശുഭവും അശുഭവുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഒരു ബിൽഡിങ്ങിന്റെ അടിസ്ഥാനം ഇടാനുള്ള കാര്യം അല്ല. ഒരു വിവാഹം നടന്നു കഴിഞ്ഞ് മരുമകൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വലത്തുകാല് വെച്ച് പ്രവേശിക്കണം. ഇത് കേരളത്തിൽ വളരെ കോമൺ. ഇത് ഹിന്ദു മതത്തിൽ നിന്ന് വന്നാണെന്ന് ഓർപ്പിക്കട്ടെ. അതുപോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അമ്മായി അമ്മയ്ക്ക് കച്ച കൊടുക്കുന്നത് ഹിന്ദു മതത്തിൽ നിന്ന് വന്നാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള എത്രയോ ചെറിയ 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 ചടങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ച് നമ്മളെ അടിമകൾ ആക്കുകയാണ്. ഗലാത്യ ലേഖനം പറയുന്നതിൻ്റെ അർത്ഥം എവിടെങ്കിലും ഒരിടത്ത് ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യതിചലിച്ച് പിന്നെ നമ്മുടെ ആ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് നാം ഓരോ പ്രാക്ടീസസ് സഭയിൽ കൊണ്ടുവരും. ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾ ആരും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവരല്ല. ഇവരെല്ലാം ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ്. സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ കേരളത്തിലുണ്ട്. സിറിയയിൽ നിന്ന് വന്നെന്ന് പറയുന്നത് സിറിയയിൽ നിന്ന് 100-300 ഫാമിലീസ് വന്നു കാണും. ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ സംഖ്യ കോടിക്കണക്കിനാണ്. അതെല്ലാവരും ഈ 300 കുടുംബങ്ങളുടെ ഓഫ് സ്പ്രിങ്സ് അല്ല. മെജോറിറ്റി, ഇന്ത്യയിലുള്ള മെജോറിറ്റി ക്രിസ്ത്യാനികൾ ഹിന്ദു മതത്തിൽ നിന്ന് വന്നവരാണ്. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ധാരാളം ആളുകൾ രക്ഷിക്കപ്പെട്ടായിരുന്നു. അതെല്ലാം ഹിന്ദു മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വന്ന ആളുകളാണ്. എന്നാൽ പഴയ നിയമം പുറപ്പാട് പുസ്തകം തൊട്ട് മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ റാഹേല് തൻ്റെ കുടുംബത്തിലെ ഗ്രഹദേവതകളെ എടുത്തോണ്ട് പോയ കാലം തൊട്ട് നെഹമ്യാവിൻ്റെ കാലത്ത് നടന്ന നവീകരണം വരെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എവിടെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വിജാതീയ പശ്ചാത്തലം നമ്മളെ പൂർണ്ണമായിട്ട് അടിമകളാക്കും. അതുകൊണ്ട് വിശ്വാസികൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. മനുഷ്യനിർമ്മിത ചടങ്ങുകൾ അടിമത്വത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ്. കൊലോസ്യ ലേഖന 2-ാം അധ്യായത്തിന്റെ 16 തൊട്ട് 17 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രസ്താവന, ദൈവാത്മാവിന്റെ ഒരു പ്രസ്താവന നാം കാണുന്നു. കൊലോസ്യ ലേഖനം 2:16-17. ആകയാൽ ഭക്ഷണപാനീയങ്ങളിലോ പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നിവയുടെ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനുള്ളതിൻ്റെ നിഴലത്രേ, സാരമോ ക്രിസ്തു തന്നെ. യഹൂദന്മാരുടെ ഇടയ്ക്ക് കുറേയേറെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ആ ചടങ്ങുകൾ അതിൽ മടങ്ങിപ്പോകരുത്. പ്ലസ് ഇവിടെ ഈ ഭക്ഷണപാനീയങ്ങൾ, പെരുന്നാൾ, വാവ്, ശബ്ബത്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഒരു പ്രാവശ്യം നാം ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ന്യായപ്രമാണം എടുക്കും, നമ്മുടെ വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള പ്രാക്ടീസസും എടുക്കും. അത് പാടില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഇവ വരുവാനുള്ളതിൻ്റെ നിഴൽ എത്രയെന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുവാനുള്ളതിൻ്റെ നിഴലാണ്. റോമാലേഖനം 14:5-6 റോമർ 14:5-6 നാം വായിക്കുന്നത്, ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊന്നിനേക്കാൾ വിശേഷമായി എണ്ണുന്നു, മറ്റൊരുവൻ എല്ലാ ദിവസവും ഒരുപോലെ എണ്ണുന്നു. ഓരോരുത്തൻ താൻ തൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ.
ദിവസം പ്രമാണിക്കുന്നവൻ കർത്താവിനായി പ്രമാണിക്കുന്നു. ദൈവവചനം ഓർപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഓരോ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ അത് കർത്താവിനായി ചെയ്യുന്നു എന്ന് ഓർത്താണ് ചെയ്യുന്നത്. 1 കൊരിന്ത്യരിൽ വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ച് പറയുന്ന ആ അധ്യായത്തിന്റെ വെളിച്ചത്തിൽ ഈ വാക്യം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ നിർബന്ധമാണെങ്കിൽ അത് തൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ചെയ്തോട്ടെ. അത് ചെയ്യുമ്പോൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആകട്ടെ എന്ന് ചിന്തിച്ചു വേണം ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ദിവസം പ്രമാണിക്കുന്നവൻ കർത്താവിനെ പ്രമാണിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ. അപ്പൊ ഒരാള് ഒരു തീരുമാനം എടുക്കുന്നു, ഞാൻ ഇന്നത് ചെയ്യും അല്ലെ ഇന്നത് ചെയ്യത്തില്ല, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി വേണം ചെയ്യാൻ വേണ്ടി. അങ്ങനാണെങ്കിൽ പ്രമാണിക്കുന്നവൻ കർത്താവിനായി പ്രമാണിക്കുന്നു. എന്നാൽ ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ, മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. ഞാനിത് ചെയ്യുന്നു, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നു, ഞാൻ ഇത് മറ്റുള്ളവരുടെ മേളിൽ അടിച്ചേൽപ്പിക്കത്തില്ല എന്ന് തീരുമാനം എടുക്കണം എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്യാൻ 2-3 വാക്യങ്ങൾ പറയട്ടെ. യെശയ്യാവ് 1:13-14. യെശയ്യാവ് 1:13-14. മർക്കോസ് 2:27-28. മർക്കോസ് 2:27-28. അത് കഴിഞ്ഞ് നാം 11-ാം വാക്യത്തിൽ എത്തുന്നു. 11-ാം വാക്യം ഈ സെക്ഷന്റെ ലാസ്റ്റ് ആണ്. ഈ സെക്ഷനിൽ നാം പഠിക്കുന്നത് അടിമത്വത്തിലേക്ക് മടങ്ങിപ്പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന ആത്മിക നാശനഷ്ടങ്ങൾ. ഗലാത്യർ 4:11 നാം വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് ഒരു പിതാവിന്റെ ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ സുവിശേഷം അറിയിച്ചു എന്ന് മാത്രമല്ല, താൻ സ്വന്തം അധ്വാനം കൊണ്ട് ചെലവ് നടത്തി ദൈവജനത്തിന്റെ മധ്യേ പ്രവർത്തിച്ച ഒരു അപ്പോസ്തലനാണ്. ആൻഡ് എത്ര പ്രാവശ്യമാണ് ചാട്യം കൊണ്ടുള്ള അടി കൊണ്ടത്. ആ ഭാഗം നമ്മൾ ആവർത്തിച്ച് വായിക്കേണ്ടതാണ്. പൗലോസിന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നതെല്ലാം സഹിച്ചു എന്ന് പൗലോസ് പറയുന്നത്. ഒരു പിതാവിന്റെ ഹൃദയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൗലോസ് അങ്ങനെയെല്ലാം ചെയ്തത്. ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആക്ച്വലി ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒത്തിരിയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് അയ്യോ അതെല്ലാം വേസ്റ്റായി പോയോ എന്ന് വറി ചെയ്യുന്നു. ഇന്ന് ലോകത്തിൽ ആയിരക്കണക്കിന് ഡിനോമിനേഷൻസ് ഉണ്ട്. അവയെല്ലാം തന്നെ സുവിശേഷത്തിൽ തുടങ്ങിയതാണ്, സത്യസുവിശേഷത്തിൽ തുടങ്ങിയതാണ്. എന്നാൽ ഇന്ന് അവയിൽ ഒരു നല്ല ശതമാനത്തിൽ സുവിശേഷം എന്ന് പോലും ആർക്കും അറിയത്തില്ല. ഈ ചർച്ചസിലെല്ലാം ഇന്ന് മനുഷ്യനിർമ്മിത ചടങ്ങുകളാണ്. കാരണം നവീകരണം, അത് നാം കാണുന്നതാണ് സഭാ ചരിത്രത്തിൽ. നവീകരണം വളരെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഉത്സാഹത്തിന്റെ കാരണം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ന്യായപ്രമാണം ഉണ്ടാക്കുന്നു. ആ ന്യായപ്രമാണം വിജാതീയ ചടങ്ങുകൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു. വിജാതീയ ചടങ്ങുകൾക്ക് വേണ്ടി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ വിജാതീയ ചടങ്ങുകൾ സഭയിൽ പ്രവേശിക്കുന്നു. ആൻഡ് അങ്ങനെ സഭയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഈ ചർച്ചസ് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ചർച്ചോ
എന്ന് പോലും തോന്നിപ്പോകും. കേരളത്തിൽ ഉള്ള ഒരു സഭ, അത് തെക്കൻ ഏരിയയിലുള്ള പലര് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ്. എരവി പേരൂര് ഒരു സഭയുണ്ട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കേൽ യോഹന്നാച്ചൻ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഒക്കെ ഫസ്റ്റ് ഹാൻഡ് അറിയാമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഒരു റെഗുലർ ഒരു വിസിറ്ററായിരുന്നു. അതുകൊണ്ടാണ് അതിന് ദൈവസഭ എന്ന് പറയുന്നത് പോലും. കാരണം താൻ ഒരു ക്രിസ്ത്യ വിശ്വാസിയായിരുന്നു, അറ്റ്ലീസ്റ്റ് ആയിരുന്നെന്നാണ് ക്ലെയിം ചെയ്തിരുന്നത്. എന്നാൽ വിജാതീയ കസ്റ്റംസ് ചടങ്ങുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ന് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയ്ക്ക് വേർപാട് സഭ പോട്ട് ക്രിസ്ത്യ സഭയുമായിട്ട് പോലും യാതൊരു ബന്ധമില്ലാതെ മാറിയിരിക്കുക. 100% ഒരു ഹിന്ദു കൾട്ട് അല്ലെ ഹിന്ദുസിന്റെ ഒരു സബ് ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുക. ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു ഉദാഹരണം അമേരിക്കയിൽ നിന്ന് എടുത്തു പറയട്ടെ. അമേരിക്കയിൽ യൂണിറ്റേറിയൻ ചർച്ചസ് എന്നും പറഞ്ഞ് ധാരാളം ചർച്ചസ് ഉണ്ട്, അല്ലെ യൂണിറ്റേറിയൻ യൂണിവേഴ്സൽ ചർച്ചസ് എന്നും പറഞ്ഞ്. ബൈബിളിലെ ഒരു ഡോക്ട്രീൻ കോംപ്രമൈസ് ചെയ്തു, അത് ചെയ്ത് ബൈബിളിനെ തന്നെ തള്ളിപ്പറഞ്ഞ് സമൂഹത്തിൽ മനുഷ്യരോട് നന്മ ചെയ്യുന്നതിൽ കൂടെ രക്ഷ പ്രാപിക്കുന്ന മനുഷ്യനിർമ്മിത സുവിശേഷം പ്രഖ്യാപിക്കുന്ന ഒരു സഭയായിട്ട് മാറിയിരിക്കുക. സോ ഗലാത്യരോട് ദൈവാത്മാവ് പറയുന്നത്, പൗലോസിന്റെ പേഴ്സണൽ എക്സ്പെക്ടേഷൻ പറയുന്നത്, ദൈവാത്മാവാണ് പറയിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി മക്കളെ ഞാൻ വളരെ ഓടി, അത് വ്യർത്ഥമായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. ദൈവവചനം പല രീതിയിലാണ് ദൈവമക്കളോട് സംസാരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് വഴി, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വഴി, ചോദ്യങ്ങൾ വഴി, അതുപോലെ തന്നെ റിലേഷണൽ വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ച് ദൈവവചനം ആളുകളോട് സംസാരിക്കാറുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ഫാമിലീസിലെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം, എനിക്ക് വേണ്ടി മക്കൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മക്കൾ ചെയ്യാറുണ്ട്, ആ ആർഗ്യുമെന്റ് ജയിക്കാറുണ്ട്. ദൈവവചന അതേ പ്രാക്ടീസ്, അതേ സിസ്റ്റം ഇവിടെ ഉപയോഗിക്കുന്നു. പൗലോസ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടി, അത് വ്യർത്ഥമായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നിവിടെ പറയുന്നു. വിശ്വാസികളായ നാം നമ്മുടെ ജീവിതത്തിൽ ന്യായപ്രമാണം കടന്നു വരാതിരിക്കാനും ന്യായപ്രമാണത്തിൻ്റെ കെയർ ഓഫിൽ മറ്റ് പല രീതിയിലുള്ള മനുഷ്യനിർമ്മിത ചടങ്ങുകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻസ് ഹിന്ദു മതത്തിൽ നിന്നുള്ള ചടങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ സെക്ഷനിലോട്ട് നാം മൂവ് ചെയ്യുന്നതായിരിക്കും. 3-ാമത്തെ സെക്ഷൻ 4-ാമത്തെ അധ്യായത്തിന്റെ 12 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് എല്ലാ രീതിയിലും സഹായിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.